ജനറൽ മെഡിക്കൽ അവയർനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേറ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ ഇൻറ്റൻസിവിസ്റ്റ് ആണ്. എൻ്റെ ഒപ്പം കൂടെയുള്ളത് ഡോക്ടർ ശ്രീഹരി, പ്രൊഫസർ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, എന്താണ് ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോം? സാധാരണ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർക്ക് അറിയാം, ഒരു പ്രത്യേക രീതിയിൽ തല വെച്ചിട്ട് കഴുകേണ്ടി വരുന്നു, വാഷ് ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം രോഗാവസ്ഥയാണ് ബ്യൂട്ടി പാർലർ സിൻഡ്രോം. സർ, എന്തുകൊണ്ടാണ് ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോം ഉണ്ടാവാനുള്ള കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ സാധാരണ തല കഴുകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ തല ചരിച്ചു വെക്കുകയോ തിരിക്കുകയോ അല്ലെങ്കിൽ മസാജ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ബ്യൂട്ടി പാർലർ സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു തരം സ്ട്രോക്ക് തന്നെയാണ്, അതായത് പക്ഷാഘാതം പോലെ തന്നെ ഒരു രോഗാവസ്ഥയാണ്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തല ഒരു പ്രത്യേക രീതിയിൽ വയ്ക്കുകയോ ചരിക്കുകയോ മസാജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിന് പുറകുവശത്ത് നട്ടിലിനകത്തുകൂടെ പോകുന്ന 2 രക്തധമനികളുണ്ട്, വെർട്ടിബിൾ ആർട്ടറി എന്ന് പറയും. അത് മുകളിലേക്ക് ചെന്ന് തലയോട്ടിക്ക് ഉള്ളിൽ കിടക്കുമ്പോൾ അത് ഒന്നായി മാറി പേശിലാർ എന്ന് പറഞ്ഞൊരു രക്തധമനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളായ മെഡുള്ള, സെർബെല്ലം അങ്ങനത്തെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ്, ബ്രെയിനിലുള്ള സെൻറ്റേഴ്സ് രക്തഓട്ടം കൊടുക്കുന്ന ഒരു ധമനികളാണത്. നമ്മൾ ഇതുപോലെ ചിരിക്കുകയോ ശാസ്ത്രീയമായ പ്രത്യേക രീതിയിൽ വയ്ക്കുകയോ മസാജ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിലേക്കുള്ള രക്തഓട്ടം കുറയുകയും അതിൻ്റെ പക്ഷാഘാതം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എത്ര ഉണ്ടാവും എന്നുള്ളത് എത്ര രക്തഓട്ടം കുറയുന്നു എന്നനുസരിച്ചിരിക്കും. എപ്പോഴാണ് ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോം ഉണ്ടാകുന്നത്? രക്തധമനികളിൽ തല ഒരു 20 ഡിഗ്രി കൂടുതൽ ചരിക്കുകയോ പ്രത്യേക രീതിയിൽ തിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തധമനികൾക്കുള്ളിൽ ഒരു നാരോയിങ് അഥവാ ചുരുങ്ങലുണ്ടാവുക, ഇല്ലെങ്കിൽ അകത്തെ ധമനികൾ വിട്ടുപോവുക, കുറച്ച് ഡാമേജ് സംഭവിക്കുക, ഡിസെക്ഷൻ എന്ന് പറയും. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ചിലർക്കാണ് ഇത് ഉണ്ടാവുന്നത്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവുന്നവർക്ക് രക്തഓട്ടം കുറഞ്ഞിട്ട് ആ തലച്ചോറിൻ്റെ ആ ഭാഗത്ത് പ്രവർത്തനരഹിതമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടാവും. സർ, ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ രക്തധമനികൾ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് അതിലുണ്ടാകുന്ന രക്തഓട്ടക്കുറവുണ്ട്. എത്ര നേരം രക്തഓട്ടത്തിൻ്റെ കുറവുണ്ടാകുമോ അല്ലെങ്കിൽ എത്ര ഡാമേജോ നാരോയിങ്ങോ ഉള്ളിലുള്ള ക്ഷതമോ ഈ രക്തക്കുഴലിന് സംഭവിക്കുന്നു, അത്രയും കാഠിന്യത്തോടുകൂടിയാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത്. എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ വ്യാപ്തി, അതായത് എത്ര ഉണ്ടാവുമെന്ന് ആ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും. പിന്നെ രക്തക്കുഴലിൻ്റെ മറ്റ് അസുഖങ്ങളും ഇതിനെ ബാധിക്കാം. സർ, ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലകറക്കം ഉണ്ടാവുക, പെട്ടെന്ന് അബോധാവസ്ഥ ഉണ്ടാവുക, ഛർദിലുണ്ടാവുക. പിന്നെ മേജറായിട്ടുള്ള ഒരു തടസ്സമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു അബോധാവസ്ഥ, നീണ്ട അബോധാവസ്ഥ അതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലർക്ക് മുൻനീരിറക്കാനുള്ള ബുദ്ധിമുട്ട്, ആ ഏരിയയിലുള്ള ബ്രെയിനിലുള്ള ഡാമേജ് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവാം. ആരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് സർ? ഇതിൻ്റെ രോഗാവസ്ഥ കാണുന്നത് പൊതുവെ കുഴലുകളുടെ അസുഖമുള്ള സാത്തിറോസ്ക്ലീറോസിസ് എന്ന് പറയും. പിന്നെ പ്രായമുള്ളവർ, നമ്മൾ പ്രായാധിക്യം കൊണ്ട് രക്തക്കുഴലുകൾ പ്രായത്തിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പുകവലിക്കുന്നവർ, ചിലർ മദ്യവും പുകവലിയും രണ്ടും ഉപയോഗിക്കുന്നവർ, അങ്ങനെ രക്തക്കുഴലുകളുടെ അസുഖങ്ങളുള്ളവർക്ക് ഇത് സാധ്യത വളരെ കൂടുതലാണ്. ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോത്തിൻ്റെ രോഗനിർണയം എങ്ങനെയാണ് സർ? ഒന്ന്, ഈ ലക്ഷണങ്ങൾ കണ്ട ഉടനെ നമ്മൾ അത്യാവശ്യം ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ എത്തി CT സ്കാൻ, രക്തക്കുഴലിൻ്റെ ഒരു സ്റ്റഡി ചെയ്യേണ്ടി വരും. അതായത് CT ആൻജിയോഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ MRIയിൽ ബ്ലഡ് വെസലിൻ്റെ സ്റ്റഡി നോക്കിയാൽ ഇതിൻ്റെ തടസ്സങ്ങളും ഉണ്ടായ സ്ട്രോക്കിൻ്റെ കാഠിന്യവും എല്ലാം മനസ്സിലാവും. ഒരു MRIയോ CTയോ ഇല്ലാതെ ഇത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോത്തിൻ്റെ ചികിത്സാ രീതികൾ? ബ്യൂട്ടി പാർലർ സിൻഡ്രോം മറ്റ് സ്ട്രോക്ക് പോലെ തന്നെ ചികിത്സ സെയിമാണ്, അതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒന്ന്, മെഡിക്കേഷൻസ് കൊണ്ടുള്ള ചികിത്സ, നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കുറച്ച് ക്ലോട്ട്സ് ഉണ്ടാവാതിരിക്കുന്ന മെഡിസിൻസ് ഉപയോഗിക്കുക. ഇതുപോലെ രക്തക്കുഴലിന് ഡാമേജ് വർദ്ധിക്കാതിരിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കുക. അങ്ങനെ രക്തക്കുഴൽ റിക്കവർ ചെയ്യാനുള്ള സമയം കൊടുക്കുക. പിന്നെ സിവിയറായിട്ട് വരുന്ന
ബ്ലോക്കുകൾ, അത് തടസ്സങ്ങളുണ്ടായാൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ഇപ്പോൾ സ്ട്രോക്കിന് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉണ്ടായിട്ട് ക്ലോട്ടുകൾ നീക്കം ചെയ്യുന്നതും ഇപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻഡോവാസ്കുലർ ചികിത്സ ഇപ്പോൾ എല്ലാ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഏതാണ് അതിൻ്റെ സ്റ്റേജ്, എത്രയാണ് രക്തക്കുഴലിന് ഡാമേജ് സംഭവിച്ചിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമുണ്ട്, അതുപോലെ എൻഡോവാസ്കുലർ ചികിത്സയുമുണ്ട്. ഇത് തടയുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സർ? മറ്റ് സ്ട്രോക്ക് പോലെ തന്നെ സ്ട്രോക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്കറിയാം. ഒന്ന്, ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ടെക്നീഷ്യൻസിനും ഈ ബ്യൂട്ടീഷ്യൻസിനും ഒക്കെ ഇതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ തല വെച്ചാൽ ഇത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ രോഗികളെ കുറിച്ചുള്ളൊരു അറിവ്, ഈ പ്രായമുള്ള ആൾക്കാർ വരുമ്പോഴോ മറ്റ് മരുന്ന് കഴിക്കുന്ന രോഗികൾ വരുന്നു, ഇതൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ തലയിലെ പൊസിഷനിങ് അല്ലെങ്കിൽ വയ്ക്കുന്ന രീതിയും കഴുകുന്ന രീതിയും മാറ്റം വരുത്തി ഇത് ഒരു പരിധി വരെ നമുക്ക് വരാതെ നോക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ നമ്മൾ കഴുത്ത് പുറകോട്ട് തിരിച്ചു വയ്ക്കുന്നതിന് പകരം മുന്നിലേക്ക് മടക്കി വെച്ച് അതിൻ്റെ സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ കൂടുതൽ നേരം ചെയ്യേണ്ടി വരുന്ന കഴുത്തിൻ്റെ പൊസിഷനിങ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെച്ചിട്ട് ഒരു ബ്രേക്ക് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഇത് വരാതിരിക്കാനുള്ള മറ്റൊരു ഉപാധി. ബ്യൂട്ടി പാർലർ സിൻഡ്രത്തിനെ കുറിച്ച് ഇത്ര അറിവ് പകർന്നു തന്ന ഡോക്ടർ ശ്രീഹരി, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലെ ന്യൂറോ സർജറി പ്രൊഫസറിന് നന്ദി.